CAGയുടെ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം, നഗരസഭ അധികൃതരുമായി നടത്തിയ സംയുക്ത സ്ഥല പരിശോധനയിൽ ഒരു സ്ക്രീനർ വിത്ത് കൺവേയർ ബെൽറ്റ് മാത്രമാണ് കരാറുകാരന് കൈമാറിയതായി സൈറ്റിൽ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ആകെയുള്ള ക്വാണ്ടിറ്റി കരമാലിന്യങ്ങൾ മുഴുവൻ ഇവരവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നുള്ള പ്രിൻസിപ്പൽ കരാർ നിൽക്കുമ്പോൾ ഇവർ സംയുക്തമായി പരിശോധന നടത്തിയിട്ട് പറഞ്ഞു ഇത്രയേ നിങ്ങൾ നീക്കണ്ടു. അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ബാക്കിയെല്ലാം മണ്ണിട്ട് മൂടാ, വലിയ പൈസയൊന്നും ചിലവാകില്ല. കരാറിൽ പറയുന്നത് എന്താ? വിവിധ തരം മാലിന്യം പൂർണ്ണമായി സൈറ്റിൽ നിന്ന് കൊണ്ടുപോയി ക്ലിയേർഡ് സൈറ്റ് ലെവൽ ചെയ്ത് നഗരസഭയെ തിരിച്ചേൽപ്പിക്കണമെന്നാണ്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റക്കാരുടെ മേൽ മാതൃകാപരമായ നടപടി സ്വീകരിക്കണം. കൗൺസിൽ യോഗത്തിലെ 18ാമത്തെ അജണ്ടയിൽ നിന്ന് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ കൗൺസിലർമാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർ ഈ അജണ്ട മാറ്റരുത് എന്നും നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് അത് മാറ്റിയത്? അത് ഈ നാടിനറിയണം. അതുകൊണ്ട് ജനങ്ങളുടെ പണമാണ് കോർപ്പറേഷൻ ഇത്തരത്തിൽ കരമാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള കരാറിലൂടെ തട്ടിയെടുക്കുന്നത്. 86 ലക്ഷം രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് 2.63 കോടി രൂപയാണ് കോർപ്പറേഷൻ കൊടുത്തത്. കരാർ മുഴുവൻ പണി പൂർത്തീകരിച്ച 7.65 കോടി രൂപയാണ് ഈ കമ്പനിക്ക് കിട്ടുക. അതിനെന്ത് ചെയ്തു? സംയുക്ത സ്ഥല പരിശോധന നടത്തിയിട്ട് ഇത്രയാണ് ഇത് നീക്കം ചെയ്തതായി കള്ളപ്രമാണം ഉണ്ടാക്കുക, എന്നിട്ട് ബാക്കിയെല്ലാം മണ്ണിട്ട് മൂടുക. അതാണ് അവർ നടത്താൻ പോകുന്ന നീക്കം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടി വേണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. പരാതി കൊടുക്കും, അവിടുത്തെ കൗൺസിലർ തന്നെ കൊടുക്കും. നേരത്തെ ഒരു പരാതി പോയതാണ്. അന്നത്തെ മേയറുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു വലിയ അഴിമതിയാണ് എന്ന കാര്യത്തിൽ ആർക്കാ തർക്കം? അന്ന് തന്നെ ഞങ്ങളത് പറഞ്ഞതാണ്. ഞങ്ങളവിടെ പോയപ്പോൾ കണ്ടതാണ്. എല്ലാം മണ്ണിട്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോകാൻ കുറച്ച് സ്ഥലം അങ്ങോട്ട് എത്തിയപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പോകണ്ട, വല്ലാതെ ദുർഗന്ധമാണ് എന്ന് പറഞ്ഞതാണ്. ഞങ്ങളെ വിലക്കാൻ നോക്കിയതാണ്. പക്ഷേ ഞങ്ങളങ്ങോട്ട് പോയി. അപ്പോഴല്ലേ ഇത് മനസ്സിലാവുന്നത്. അങ്ങോട്ട് പോകുന്നതോറും മണ്ണിട്ട് മൂടുന്നത് മനസ്സിലാക്കുകയാണ്. അവിടുന്ന് നീക്കം ചെയ്ത്, അതാണ് കരാറിലെ വാചകമാണ് AGയുടെ റിപ്പോർട്ടിലുള്ളത്, ക്ലിയർ ചെയ്ത് തിരിച്ച് കോർപ്പറേഷനെ ഏൽപ്പിക്കണം. ഇതാണ്, അതിനാണ് 7.65 കോടി രൂപയുടെ കരാറ്. ഈ എംബുക്കിലൊക്കെ ഇങ്ങനെ രേഖപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കറക്ക് കമ്പനി തന്നെ. കോർപ്പറേഷൻ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിൽ അംഗങ്ങളുടെ പ്രതീതികളായി മേയറും ഭാരവാഹികളും മാറുന്നതിന് പകരം മേയറും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിരുന്നു അന്ന്. അതാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോഴത്തെ മേയർ നിസ്സഹായനാണ്. അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ, അദ്ദേഹം അഴിമതിക്കെതിരായി ഉറച്ച നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, അന്ന് ഈ കരാറുണ്ടാക്കിയ, ഞാൻ നേരത്തെ പറഞ്ഞു 2022 മെയ് മാസം 7-ാം തീയതി കരാറുണ്ടാക്കിയ അന്നത്തെ മേയറുടെ കൊള്ളരുതാത്ത നടപടികൾക്കെതിരെ അദ്ദേഹം തന്നെയാണ് വിജിലൻസിനെ സമീപിക്കേണ്ടത്.